നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ശബരേട്ടാ, ഉറക്കം വരുന്നില്ലേ? ഇതെന്തൊരു വലിയ കഷ്ടം. സ്വന്തം വീട്ടിൽ ഉറങ്ങുന്ന വെച്ചാ എന്താ ചെയ്യാ? പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അതാ ഞാൻ ഉണർന്നത്. ആരോ വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. ശബരേട്ടാ, ശബരേട്ടാ, ഞാനും വരാം. ശബരേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛനെ വിളിക്കാം. വെറുതെ അച്ഛനെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രഘുവേട്ടനായിരുന്നോ? ശബരി, നീ ഇവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയില്ലല്ലേ? ഇല്ല രഘുവേട്ട, അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയപ്പോഴേക്കും ലേറ്റായി. ഇനിയിപ്പോ നാളെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നന്നായി. രഘുവേട്ടൻ എന്താ ഇത്ര ലേറ്റ് ആയിട്ട് വന്ന? ഇവിടെ ആരും രഘുവേട്ടൻ വരുമെന്ന് പറഞ്ഞേ ഇല്ല. വരുന്ന കാര്യം അമ്പിളി ചേച്ചി വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം തോന്നി, വന്നു. രഘുവേട്ടന്റെ മുറിയില്ല ഞാന് ശബരേട്ടനും കിടക്കുന്ന. അമ്പിളി ചേച്ചി ചീരി ചേച്ചിയുടെ മുറിയില്ല. ഞാൻ പോയി വിളിക്കാം. അല്ല, വേണ്ടതേ. അമ്പിളി ജോലി ചെയ്ത് ക്ഷീണിച്ചടക്കാവോ? നിങ്ങൾ ഉറങ്ങിക്കോ ശബരി. എനിക്ക് ആ മുറിയിൽ നിന്നൊരു ബെഡ്ഷീറ്റും തലേനെ എടുത്തു തന്നാൽ മതി. ഞാനിവിടെ എങ്ങനെ കിടന്നോളാം. അത് വേണ്ട രഘുവേട്ട. ദയ ചീരുവിന്റെ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. നമുക്ക് രഘുവേട്ടന്റെ മുറിയിൽ കിടക്കാം. പായും തലാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ചപ്പാത്തിയും കറി ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്ക്. എനിക്ക് വയ്യ. പാവം, നല്ല ക്ഷീണം കാണും. ഞാനത് അവളെ വിളിക്കണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും ഞാൻ വന്നെന്നറിഞ്ഞ് പായം തലേനെ എടുത്തു തന്നല്ലോ. ഇനി നിങ്ങൾ മുറിയിലേക്ക് വെക്കോ, ഞാനിവിടെ പായ വരച്ച് കിടന്നോളാം. രഘുവേട്ടന് ഫുഡ് കഴിക്കണ്ടേ? ഒന്നും കഴിച്ചു കാണില്ലല്ലോ. അല്ല, അത് നീ രഘുവേട്ടൻ എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കും. വേണ്ട ശബരി, ഞാൻ കഴിച്ചിട്ടാ വന്നേ. രഘുവേട്ടന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാൽ മതി. അല്ല, വേണ്ടാഞ്ഞിട്ടാ ശബരി. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കിടന്നോളാം. രഘുവേട്ടൻ അങ്ങനെയൊക്കെ പറയും. നീ രഘുവേട്ടനുള്ള ആഹാരം കൊടുക്കും. രഘുവേട്ടൻ വേണ്ടെന്ന് പറയുമ്പോ പിന്നെ എന്തിനാ ശബരേട്ടൻ നിർബന്ധിക്കുന്നത്? ലേറ്റ് നൈറ്റില് ഫുഡ് കഴിക്കാതെ കിടക്കുന്നത് നല്ലത്. അതെ ശബരി, എനിക്കൊന്ന് കിടന്നാ മതി. നിങ്ങൾ പൊക്കോ. ചെല്ലേ. വാ ശബരേട്ട, രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? രഘുവേട്ട ശരിയെന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്കിളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോം. അങ്കിളിന് ഇവിടെ കിടന്നിട്ട് ഉറക്കം ശരിയായില്ല അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല.
ഞാൻ ഉറങ്ങിയ സുഖമായിട്ട്. എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊരിടം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ട്രാവലിംഗ് അല്ലേ, ഇങ്ങനെ പലയിടത്ത് കിടന്ന് ഉറങ്ങി ശീലമായി. നല്ല ചായ. രഘുവേട്ടൻ പിന്നെ വിളിച്ചിരുന്നോ? ആ, അവൻ പഞ്ചരത്തിലെത്തിയതിനു ശേഷം എന്നെ വിളിച്ചിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല മോളെ. അമ്പിളി അത്ര വേഗം എടുക്കുന്ന ലക്ഷണമൊന്നുമില്ലെന്ന് അവൻ പറയുന്നു. അതെന്താ, രഘുവേട്ടൻ രാത്രിയിൽ ചെന്നപ്പോ ചേച്ചി മൈൻഡ് ചെയ്തില്ലേ? എന്തായാലും ശബരിയും ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് രഘു ചെന്നപ്പോൾ അവരാണ് വാതിൽ തുറന്നത്. അമ്പിളി മുറിയിലായിരുന്നു. അവള് ഒരു പായം പില്ലെടുത്ത് ദേടെ കൊടുത്തതല്ലാതെ രഘുവിന് ഭക്ഷണം കൊടുക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ചില അവഗണനകളൊക്കെ ഇനിയും സഹിക്കേണ്ടി വരും. അതൊക്കെ സഹിച്ച് അവിടെ തന്നെ നിന്നാലേ ചേച്ചിയുടെ മനസ്സ് മാറും. അല്ലാതെ ചേച്ചി മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് രഘുവേട്ടൻ പ്രതിഷേധിച്ചിറങ്ങി വന്ന അവർക്കിടയിലെ അകലം ഇനിയും കൂടുതലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ അവനോട് പറഞ്ഞത്. എന്ത് സഹിച്ച് അവിടെ നിന്നോളാന്നാണ് അവൻ എനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. രാവിലെ ഉണർന്ന് അവനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ. ചിലപ്പോൾ ചാർജ് തീർന്നോ മറ്റോ ആവും. മോളെ, ഷീരുവിനോ ദൈവം ഒന്ന് വിളിച്ചു നോക്കി. ശരി അങ്കിൾ. ആ അങ്കിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ പോവൂ? ഇല്ല മോളെ, ഞാനിപ്പോൾ ഇറങ്ങും. വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇതാ ഇന്ദ്രൻ എന്നെ വിളിച്ചോ മോളെ? ഇല്ല അങ്കിളെ, ഇന്ദ്രേട്ടൻ രാത്രിയില് വീട്ടിലേക്ക് പോയി. ആണോ? അല്ലെങ്കിലും അവനവന്റെ വീട് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ഇന്ദ്രൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നിന്നെ മോനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കും. അറിയില്ല അങ്കിൾ, ചിലപ്പോ വരുമായിരിക്കും. വന്നില്ലെങ്കിൽ മോനെയും കൂടെ ഞാൻ അങ്ങോട്ട് പോവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ മോളെ. ഉം. ആ, നീ എവിടെ എത്തി? ആ, ഞാൻ ഇറങ്ങി. വണ്ടി ഇങ്ങോട്ട് എടുത്തോ, ഞാൻ അവിടെ ഫ്രണ്ടിലുണ്ട്. ആ ശരി സുനി. അങ്കിളെ, വണ്ടി ഇപ്പൊ വരുമോ? ആ, ഇപ്പോൾ എത്തും. ആ മോളെ, സുശീലയായിട്ട് മോളൊരു അകലമൊക്കെ പാലിച്ച് നിന്നാൽ മതി. ഉം. അവളുടെ സ്വഭാവമൊന്നും ഇനി മാറാൻ പോണില്ല. അല്ല, ഇതൊന്നും ഞാൻ മോൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ അങ്കിളെ, വണ്ടി വന്നു. ആ ശരി. മഞ്ചാടിയും പാനുമേയും കണ്ടില്ല, അവരോട് പറഞ്ഞാൽ മതി. അവളെ എഴുന്നേറ്റ് കുളിക്കുക. ഭാനുമ്മ വിച്ചുമോൻ ഉണരുമ്പോഴേ എഴുന്നേക്കൂ. ആ ശരി.